ഹലോ ഡിയേഴ്സ്, നിങ്ങൾ +2 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. മികച്ച സ്കോർ മാർക്കൊക്കെ നേടി നല്ലൊരു കോഴ്സ് ഒക്കെ തെരഞ്ഞെടുത്ത് ലൈഫ് സെറ്റ് ആക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. പ്രത്യേകിച്ച് ഫിസിക്സ്, മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ഫിസിക്സ്, മാത്സ് എന്ന് പറയാൻ കാരണം മിക്കവാറും സ്റ്റുഡൻസിന് ഈ രണ്ട് സബ്ജക്റ്റുകളാണ് ബുദ്ധിമുട്ടുണ്ടാവുക. എന്നാൽ ചിലർക്ക് കെമിസ്ട്രിയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വളരെ കുറഞ്ഞ ന്യൂനപക്ഷം സ്റ്റുഡൻസ് അതിനകത്ത് ബയോളജി ബുദ്ധിമുട്ടുള്ളവരും ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് ഇങ്ങോട്ട് +1 +2 എത്തുമ്പോൾ പലർക്കും ബയോളജി പോലും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഈ സബ്ജക്റ്റുകളൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ച് അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അല്ലെങ്കിൽ ആൻഷ്യസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ പാരന്റ് രക്ഷിതാവാണ് നിങ്ങളെങ്കിലും ഒക്കെ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന്റെ ലൈഫ് ചേഞ്ച് ആക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം നോക്കൂ, നിങ്ങൾ ഒരു സ്റ്റുഡന്റിന്റെ കേസ് തന്നെ ഞാൻ നിങ്ങളോട് പറയാം. +1 അവരുടെ ഫിസിക്സിന്റെ സ്കോർ 8 മാർക്ക്. +2 അവരിപ്പം ഞാൻ അവരുമായി സംസാരിച്ച സമയത്ത് അവർ ഓർത്തെടുക്കുന്ന അവരുടെ +2 സ്കോർ 5 7 എങ്ങാണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്കോർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അവര് ഫെയിലായി. നമ്മുടെ അടുത്ത് വരുന്നത് പിന്നീട് ആകെയുള്ള രക്ഷ എന്ന് പറയുന്നത് സേ എക്സാം ആണ്. അപ്പൊ സേ എക്സാമിന് അവർ വന്നു. എക്സാമിനോട് അനുബന്ധിച്ച ദിവസങ്ങളിലാണ് അവർ വരുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങളെ പിന്നീട് സേ എക്സാമിലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ പിന്നീട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മളെ ആ ഒരു കുറഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ അവർക്ക് ഫിസിക്സിൽ നോക്കൂ, +1 മാർക്ക് 10 വേണം, 18 വേണം പാസ്സാവാൻ. അത് പിന്നെ +2 18, അങ്ങനെ 28 മാർക്ക് അവർക്ക് ഒറ്റയടിക്ക് വേണമായിരുന്നു. അതും കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് അവർക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചു. മാത്രമല്ല അതിനകത്ത് അവർ കെമിസ്ട്രി കൂടി ഫെയിൽ ആയിരുന്നു. 2 സബ്ജക്റ്റുകൾ ആ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കണമായിരുന്നു. കെമിസ്ട്രി 18 മതിയെങ്കിൽ നമ്മൾ അവർക്ക് 29 മാർക്കാണ് നമ്മുടെ ക്ലാസ് വഴി അവർക്ക് നേടാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ ഫെയിലായ സ്റ്റുഡന്റ് B ഗ്രേഡിലോട്ട് വന്നു. അതും വളരെ കുറഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട്. കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു കേസ് മാത്രമാണ്. ഇന്നിപ്പം അവർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കോഴ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം ലൈഫ് അവരുടെ ചേഞ്ച് ആയി. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്കും ഇതിനകത്ത് ഇത്തരം സബ്ജക്റ്റുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിനകത്ത് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡെമോ സെഷൻ നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യൂ. ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്യാൻ ഈ ഒരു നമ്പറിൽ, അതിന് മുന്നേ ഈ ഒരു പ്രോബ്ലം, അതിന്റെ ട്രിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്യാൻ ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. 77 36 70 70 45. ഇപ്പൊ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ക്ലാസ് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, കൊള്ളാമോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നാൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്താമല്ലോ. അപ്പൊ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് അറിയാനുള്ള ഒരു അവസരമല്ലേ. അപ്പൊ നിങ്ങളുടെ ലൈഫ്, ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫും അതിനകത്ത് ചേഞ്ച് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് തീരുമാനിക്കുക. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് നമ്മൾ പറയുമ്പോഴേ നോക്കൂ, നിങ്ങൾ ഇതിനകത്ത് പലർക്കും ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. ഇതങ്ങോട്ട് വായിച്ചെടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലാന്നേ. നമ്മൾ ട്രിക്ക് വെച്ചത് ചെയ്യുന്നത് നോക്കണം നിങ്ങൾ. അങ്ങനെ ഒരുപാട് ട്രിക്കുകളും കോഡുകളും ഒക്കെ വെച്ചാണ് നമ്മുടെ ക്ലാസ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈഫ് ചേഞ്ച് ആക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. കാരണം സാധാരണ പല കോൺസെപ്റ്റുകളും പല കാര്യങ്ങളും അങ്ങോട്ട് പലർക്കും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ നിങ്ങളുടെ ലെവലിൽ നിന്നുകൊണ്ട്, ബേസ് ലെവലിൽ നിന്ന് വരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പലരുടെയും ആ ഒരു ലൈഫ് അതിനകത്ത് 8 നിലയിൽ പൊട്ടിയവരെ വരെ പാസ്സാക്കാൻ സാധിച്ചത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കാര്യങ്ങളിലോട്ട് വരുമ്പോഴേ അതിന് മുന്നേ ഞാനൊരു സ്റ്റോറി പറയാം. നമുക്ക് ഒരു സ്റ്റുഡന്റ് +2 അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, നമുക്ക് എൻക്വയറി വന്നു. അപ്പൊ അവർ പറഞ്ഞു, സാറേ ഓഫ്ലൈൻ തന്നെ മതി, ഓൺലൈൻ വേണ്ടാന്ന്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നമ്മുടെ ഓൺലൈൻ ആണ് ഓഫ്ലൈനേക്കാൾ ബെറ്റർ ആയിട്ട് സ്റ്റുഡൻസ് അതിനകത്ത് പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ എക്സ്പീരിയൻസും അങ്ങനെയാണ്. ഓഫ്ലൈനേക്കാൾ നന്നായി നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈനിൽ പഠിക്കാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഡെമോ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അവരെപ്പോഴും പറഞ്ഞത് വീട്ടുകാർക്ക് ഓഫ്ലൈനോട് വലിയ താല്പര്യമില്ല. മറ്റൊരു കാര്യം, അവർ എന്തുകൊണ്ടാണ് താല്പര്യമില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ ക്ലാസ് കൊടുക്കുന്ന പോലെയല്ലേ. അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ ചോദിക്കാനും അങ്ങനെയൊന്നും അതിനകത്ത് പറ്റില്ലല്ലോ. അപ്പം എനിക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ ഓഫ്ലൈൻ ആണ് സാർ, എങ്ങനെയെങ്കിലും ഒരു ഓഫ്ലൈൻ അറേഞ്ച് ചെയ്ത് തരാമോ എന്നാണ് അവർ ചോദിച്ചത് തന്നെ. ഓൺലൈനോട് കംപ്ലീറ്റ്ലി അവരെന്തായിരുന്നു, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചായിരുന്നു. എനിക്കറിയാം നമ്മുടെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അത് ഓഫ്ലൈനേക്കാൾ ബെറ്റർ ആണ്. കാരണം സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസും അങ്ങനെയാണ്, നമ്മുടെ എക്സ്പീരിയൻസും അങ്ങനെയാണ്. അപ്പൊ എന്തായാലും മനസ്സോടെ അവർ ഡെമോ അറ്റൻഡ് ചെയ്തു. അവർക്ക് ഓൺലൈനിനോട് താല്പര്യക്കുറവിന്റെ കാരണം കൂടി ഞാൻ പറയാം.
അപ്പോൾ അങ്ങനെ ഡെമോ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഡെമോയുടെ ആ ഒരു എൻഡ് സെഷൻ ആയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഓഫ്ലൈനും ഓൺലൈൻ, നിങ്ങൾ ഏത് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, സാറേ ഇപ്പം ഓൺലൈനാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, കാരണം ഞാൻ ഓഫ്ലൈനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഓൺലൈന് മറ്റൊരു രീതിയിൽ അറ്റൻഡ് ചെയ്തു, അപ്പം ഓൺലൈനാണ് ഇപ്പം എനിക്ക് കംഫർട്ടബിൾ, കാരണം ഓഫ്ലൈൻ ആകുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ അവിടെ വന്ന് പഠിക്കണ്ടേ, അതിനേക്കാളും മാത്രമല്ല എനിക്കിപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് ഞാൻ വരേണ്ടി വരിക, അപ്പോൾ ഓൾറെഡി ഇപ്പം മൺഡേ തൊട്ട് ഞാൻ ഫ്രൈഡേ വരെ സ്കൂളിൽ എനിക്ക് ഫുൾ ടൈം ക്ലാസ് ആണ്, അത് കഴിഞ്ഞ് പിന്നെ ട്യൂഷന് സാറ്റർഡേ ഫുൾ ടൈം, സൺഡേ ഫുൾ ടൈം ഇരിക്കണം, അപ്പൊ ഇത് അതിന്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടില്ല 1-1.5 മണിക്കൂറോ ദിവസവും ഡെയിലി അതിനകത്ത് ക്ലാസ്സുകൾ രാവിലെ ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ആയിട്ടോ നൈറ്റ് ആയിട്ടോ ഒക്കെ അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ, അപ്പം എനിക്ക് കുറച്ചുകൂടി ഇതാണ് ഇപ്പം കംഫർട്ടബിൾ എന്ന് പെട്ടെന്ന് തന്നെ പൊടുന്നതിനെ ഒരു മാറ്റമാണ് അതിനകത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആദ്യം പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ ആദ്യം അവർ പറയാൻ കാരണം, അവർ വിചാരിച്ചത് നമ്മുടെ ക്ലാസ് യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസിന്, ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ ക്ലാസ് കൊടുക്കുന്ന പോലുള്ള ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഓൺലൈൻ വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ക്ലാസ് ഇത് അങ്ങനെയല്ല, ഇത് ഓഫ്ലൈനേക്കാളും നന്നായിട്ട് ബെറ്റർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, അപ്പം ഞാനിപ്പോൾ ഓൺലൈനിനെ സെലക്ട് ചെയ്തതെന്ന് അവർ പൊടുന്നതിനെ അവരുടെ തീരുമാനം മാറിയത് കണ്ടോ. അപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളെ ഞാൻ ഇതിനകത്ത് നിർബന്ധിക്കുന്നേയില്ല, നിങ്ങൾ നമ്മുടെ ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്യൂ, നിങ്ങൾക്ക് അതിനകത്ത് തീരുമാനിക്കാമല്ലോ, നിങ്ങൾ ഇതിനകത്ത് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈനേക്കാൾ ബെറ്റർ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഡെമോ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഞാനതിനകത്ത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഡെമോ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിനകത്ത് കാര്യമാണ്, റിയൽ ആയിട്ട് സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഓഫ്ലൈനേക്കാളും ബെറ്റർ ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് മറ്റ് ഓഫ്ലൈൻ സെന്ററുകളിൽ പോയ സ്റ്റുഡൻസ് വരെ നമ്മുടെ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നതിന് ശേഷം വന്ന് പറഞ്ഞ കാര്യമാണ്, ഓഫ്ലൈനേക്കാൾ ബെറ്റർ ആയിട്ട് ഓൺലൈന് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഇനി നമ്മുടെ ഈ ഒരു ട്രിക്കിലോട്ട് പോകും. അപ്പം നിങ്ങൾ ഓൺലൈനാണെന്ന് വിചാരിച്ച് അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ ഡെമോ അറ്റൻഡ് ചെയ്യും. അപ്പം ഡെമോ അറ്റൻഡ് ചെയ്യാനുള്ള നമ്പർ, കോൺടാക്ട് ചെയ്യാൻ നമ്പർ പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാം അത്. ഇനി നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ ഇനി ഒരു ക്വസ്റ്റിന്റെ ട്രിക്ക് നോക്കൂ. നിങ്ങൾ ഇത് വേപ്പർ പ്രഷറാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ചോദിച്ചത് മോളാർ മാസാണ്. കൊളിഗേറ്റീവ് വേപ്പർ പ്രഷറും മോളാർ മാസും ഇതിനെ ക്വസ്റ്റ്യനിൽ മോളാർ മാസാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ 2 ബാർ തന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ 2 ബാറിൽ വലിയ ബാറിന് ആദ്യം എഴുതാം, പിന്നെ കണ്ടോ ചെറിയ ബാർ അതൊന്ന് കുറയ്ക്കുക. അപ്പൊ 2 ബാറല്ലേ ഇവിടെ ഉള്ളത്, അപ്പൊ വലിയ ബാർ മൈനസ് ചെറിയ ബാർ, താഴെ വലിയ ബാർ വീണ്ടും എഴുതുക. അപ്പൊ അത് സെറ്റ് ആയല്ലോ. ഇനി നമ്മൾ ബാറിന്റെ കഴിഞ്ഞു, ഇനി ഫുള്ള് ഗ്രാമ. നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് വാല്യൂസ് തന്നതെല്ലാം ഗ്രാമ. അപ്പൊ ആദ്യം നമ്മൾ കുട്ടികൾക്കല്ലേ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, ഓമനത്തം കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്കൊരു സ്ഥാനം. അപ്പൊ നമ്മൾ 0.5 ചെറിയ ആളെ എടുത്തിട്ട് ആദ്യം എഴുതുക. അപ്പൊ ഇതിൽ ചെറിയ ആളതല്ലേ, പിന്നെ തന്നതിലൊരു മോളാർ മാസ് ഉണ്ടാവും കണ്ടോ. അപ്പൊ ചെറിയ ഗ്രാമിനെ നമ്മൾ എഴുതി, പിന്നെ മോളാർ മാസ് എന്ന് അവിടെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും, അതും എഴുതുക അതിന്റെ കൂടെ, ചെറിയ ആളുടെ കൂടെ. അപ്പൊ മുകളിലത്തെ കഴിഞ്ഞു. ഇനി താഴെ എഴുതാനുള്ളതേ നമുക്ക് ഇനിയിപ്പോ ആകെ എഴുതാനുള്ളത് ആരാ, ഈ 0.85 ബാർ യൂസ് ചെയ്തു, ഇത് യൂസ് ചെയ്തു, ഈ 78 നമ്മൾ എടുത്തു, ഇതും എടുത്തു, ഇനി ആകെ 39 അത് എഴുതി വെക്കുക. പിന്നെ ഇനിയിപ്പോ ആകെ ചോദിച്ചതാണ് മോളാർ മാസ്, ക്വസ്റ്റ്യനും എഴുതി വെക്കുക, മോളാർ മാസ് M2. ഇനി നമ്മൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ വാല്യൂ ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് കിട്ടും. 0.850 മൈനസ് 0.845 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ അടിച്ചാൽ 0.005 എന്ന് കിട്ടും. ബൈ 0.850 വീണ്ടും ഉണ്ട്. അപ്പം ബാക്കി 0.5 × 78 എന്ന് പറഞ്ഞാൽ 39 എന്ന് വരും. താഴെ 39 × M2 വരും. നമുക്ക് M2 ആണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, ഈ വാല്യൂ കിട്ടുമല്ലോ. ഈ വാല്യൂ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് 0.0058 സംതിങ് എന്തോ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ അവിടെ അത് കിട്ടിക്കഴിഞ്ഞാലേ 38/39 × M2 എന്നല്ലേ. നമുക്ക് M2 കാണാൻ M2നെ ഈ സ്ഥാനത്ത് എഴുതുക, ഇതിനെ M2ന്റെ സ്ഥാനത്തേക്ക് മാറ്റിയാൽ അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ആൻസർ M2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും എന്ത്, 39 ഉണ്ട്. M2ന്റെ സ്ഥാനത്ത് നമ്മൾ ആ 0.00 എഴുതി വെക്കുക, 39 × 0.0058. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് M2 കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഗ്രാമിലാണ് ഇത് വരുന്നത്. അപ്പൊ എനിവേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആക്ച്വൽ ഇക്വേഷന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. P01 മൈനസ് P1/P01 ഈക്വൽ ടു Chi2 എന്ന് പറയുമ്പോൾ, പക്ഷെ അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ ഞാൻ ട്രിക്ക് വെച്ചത് കണ്ടോ, ബാറ് വലിയ ബാറ് മൈനസ് ചെറിയ ബാറ് ബൈ വലിയ ബാറ് താഴെ, പിന്നെ ചെറിയ ഗ്രാം ഇൻറ്റു മോളാർ മാസ് അവിടെ തന്നത് ബൈ ബാക്കിയുള്ള വാല്യൂ അതിനകത്തുള്ളത് ഇൻറ്റു കാണാനുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇത് പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇതുപോലെയല്ല നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. നിങ്ങളെ അതിനകത്ത് ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ നിങ്ങളുടെ ലൈഫ് അതിനകത്ത് ചേഞ്ച് ആകുവാൻ, അതിനകത്ത് നിങ്ങൾക്ക് അത്
ചേഞ്ച് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ തീരുമാനിക്കൂ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.